നല്ല വെയിലത്തല്ലേ അരക്കുന്നത് കണ്ടോ. ഇതിൻ്റെ കൈ ഇന്നത്തെ സ്പെഷ്യൽ ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാലോ. ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ കുളി കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞു, കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ കുളി കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞു. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്, ഇതാ കണ്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇതാ മൈലാഞ്ചി അരയ്ക്കാണ് കേട്ടോ. അപ്പം മൈലാഞ്ചി മുടി ഹെന്ന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ മാസത്തിൽ ഞാൻ ഒരു തവണ ചെയ്യാറുണ്ട്. ശരിക്കും നമ്മൾ മാസത്തിൽ 2 തവണ മുടി ഹെന്ന ചെയ്യണം. മുടി നല്ലതാണ്. നമ്മൾ എത്രയോ വില കൊടുത്ത ഓരോരുത്തർ നമ്മൾ എന്താ പറയുക മേക്ക് ഓവർ ചെയ്യണില്ലേ. മേക്ക് ഓവറല്ല, കിട്ടുന്നില്ല. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ മുഖത്തിനൊക്കെ നമ്മൾ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും സ്കിൻ കെയർ, അതാണ് ഉദ്ദേശിച്ചത്. സ്കിൻ കെയർ ചെയ്യുന്നില്ലേ, അതേപോലെ നമ്മൾ ഹെയർ കെയർ ചെയ്യണം, ഏറ്റവും നല്ലതാണ്. അപ്പം ഈ കുട്ടിപ്പട്ടാളങ്ങൾ എന്തിനാ കൂടെ നിൽക്കുന്ന അറിയോ? ഞാൻ ഈ മൈലാഞ്ചി കൈ പിടിച്ചിട്ടാണ് അത് അരയ്ക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ മൈലാഞ്ചി അവർക്ക് കയ്യിലിട്ട് കൊടുക്കുകയും വേണം. അപ്പം ഞാനും കുറേ ദിവസമായി മൈലാഞ്ചി ഇട്ടിട്ട്. അപ്പോൾ കുഞ്ഞിക്കിളി പൈങ്കിളി ചേച്ചിക്കിളി. അപ്പം മൈലാഞ്ചി അരക്കട്ടെ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ക്യാമറമാൻ എന്ന് പറഞ്ഞ് ഇവർ 3 തന്നെ കേട്ടോ. അപ്പോൾ മൈലാഞ്ചി എവിടെ നിന്നാണ് കിട്ടിയതെന്നറിയോ? പുഴേൻ്റെ അടുത്തുള്ള തൊടിയുന്നതാണ് കേട്ടോ. അവിടെ വലിയ മരമുണ്ട്, അതിൻ്റെ കൊമ്പൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതുമെന്ന് എടുത്തതാണ് കേട്ടോ. പൊതുവേ എല്ലാവരും വീട്ടിലും ഇവിടെ മൈലാഞ്ചി ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട് കേട്ടോ മൈലാഞ്ചി. അപ്പോൾ ഈ വലിയ കൊമ്പ് ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കണം കണ്ടിട്ട് ഇതുമെന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. മാസത്തിൽ 1 തവണ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണ നമ്മൾ മുടിക്ക് ഹെന്ന ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇപ്പോൾ കുറേ ആയി ഹെന്ന ചെയ്തിട്ട്. ഒന്നാമത് എന്താണെന്നറിയോ, മൈലാഞ്ചി കിട്ടാനില്ല. വളയത്തെ വീട്ടിലുമില്ല, പിന്നെ പൊതുവേ ആ ഭാഗത്ത് മൈലാഞ്ചി ഇല്ല. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു മൈലാഞ്ചി കൊമ്പ് കൊണ്ടുപോകണം, പിന്നെ കുറച്ച് മൈലാഞ്ചി അരച്ചിട്ട് ഉണക്കിയിട്ട് കൊണ്ടുപോകണം, കുറച്ച് മൈലാഞ്ചീൻ്റെ ഇല ഉണക്കിയെടുത്തിട്ട് കൊണ്ടുപോകണം. ഉണക്കിയെടുത്തിട്ട് പിന്നെ അവിടെ നമ്മൾ ഇഷ്ടത്തിന് പൊടിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ ഇനി മൈലാഞ്ചി അരയ്ക്കുകയാണ് കേട്ടോ. അപ്പം അമ്മിമലാട്ടോ അരയ്ക്കുന്നത്. അപ്പോൾ അമ്മി ഞങ്ങളെ അലക്ക് കല്ലുമല, അതുമല ആരും അലക്കില്ല. വാഷിംഗ് മെഷീൻ വന്നപ്പോൾ പിന്നെ അലക്ക് കല്ലൊന്നുമില്ല. അപ്പോൾ അമ്മിയൊക്കെ ഞാൻ നമ്മളെ വെള്ളാരം കല്ല് പിന്നെ കുത്തി പൊടിച്ചിട്ട് അമ്മി നല്ല മൂർച്ച കൂട്ടിയിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അമ്മിയിൽ വെള്ളാരം കല്ല് കുത്തി പൊടിച്ചിട്ട് നന്നായിട്ട് ഉരച്ചെടുത്താൽ അമ്മിക്ക് നല്ല മൂർച്ച ഉണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുക്കട്ടെ. ഇവരൊന്നും പിന്നെ അമ്മിയിലൊന്നും അരയ്ക്കാറില്ല കേട്ടോ. ഇപ്പോൾ അലക്കാറുമില്ല, കാരണം വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ മിക്സി ഉള്ളതിനോണ്ട് അമ്മിയിൽ അരയ്ക്കാറുമില്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും വന്നിട്ട് ചമ്മന്തിയൊക്കെ അരയ്ക്കാറുണ്ട്. പിന്നെ ഞാൻ വരുമ്പോൾ ഇങ്ങനെ മൈലാഞ്ചിയൊക്കെ അരയ്ക്കാൻ വേണ്ടി ഞാൻ തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. നല്ല വെള്ളാരം കല്ല് കുത്തിപ്പൊടിച്ചിട്ട് അമ്മി മൊത്തം അരച്ചെടുത്ത് നന്നായിട്ട് മൂർച്ച കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പം നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലച്ചുമോളാണ് എൻ്റെ ക്യാമറ ഗേൾ കേട്ടോ. ചിലപ്പോൾ വീഡിയോ നല്ല ക്ലിയർ ഉണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല. ഇതിനിടയ്ക്ക് ഞാൻ അവളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാനൊരു സ്ഥലത്ത് ഫോൺ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇതെല്ലാം സ്വന്തം ക്രിയേഷൻ തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ സഹായിക്കാൻ ആളുള്ളൂ. അങ്ങനെ ഞാനിതാ മൈലാഞ്ചിയൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ, നല്ല മഷി പോലെ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? 12 മണിയാവാനായിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലത്ത് നിന്നിട്ട് അരയ്ക്കുന്നത്. ഈ മൈലാഞ്ചി കണ്ടോ നന്നായിട്ട് ചുമന്ന് വരുന്നുണ്ട് കേട്ടോ. കൈ ഇപ്പം തന്നെ നല്ല ചുമപ്പാണ്. ഓരോ മൈലാഞ്ചിക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ചില മൈലാഞ്ചി ഒരുപാട് സമയം നിന്നാലേ ചുമന്ന് വരുള്ളൂ. ഇത് കണ്ടോ എത്ര പെട്ടെന്ന് അറിയോ കൈ ചുമക്കുന്നത്. അങ്ങനെ മൈലാഞ്ചിയൊക്കെ അരച്ചാലോ നല്ല മഷി പോലെ അരച്ചെടുത്തത്. ഞാനപ്പോഴേക്കും വേർത്ത് കുളിച്ചാണ്. നല്ല വെയിലത്തല്ലേ അരക്കുന്നത് കണ്ടോ. ഈ കണ്ടോ അതിന് മഞ്ഞ കളറായിട്ടാണ് തോന്നുന്നത്, മഞ്ഞല്ല കേട്ടോ, ചുമപ്പ്. അങ്ങനെ ഞാൻ മൈലാഞ്ചിയൊക്കെ അരച്ച് വന്നപ്പോഴേക്കും നാത്തുമാർ 2 അടുക്കളയിൽ നെയ്ച്ചോറ് വെക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ 5 കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ. നെയ്യ് ഒഴിച്ചിട്ട് ഇതിൽ മുന്തിരിപ്പരിപ്പ് എല്ലാം ഇട്ട് മസാലയൊക്കെ ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കുമ്പോൾ അരി ഇട്ടിട്ട് ദമ്മിട്ടട വയ്ക്കുക. നെയ്ച്ചോറ് റെഡി ആകുമ്പോഴേക്കും മറ്റൊരടുപ്പിൽ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ റെഡിയായി വരട്ടെ. അപ്പോഴേക്കും ഞാൻ കുറച്ച് മൈലാഞ്ചി ഇടാണ് കേട്ടോ. എനിക്ക് പിന്നെ അധികം അടുക്കളപ്പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവരിവിടെ ഉണ്ടാകുമ്പോൾ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ.
അപ്പോൾ കുഞ്ഞിക്കിളിയും ചേച്ചിക്കിളിയൊക്കെ അംഗൻവാടിയിൽ പോയതാണ് ഡാൻസ് പഠിക്കാൻ. ഞാനിതാ അവർ വരുന്നതിൻ്റെ മുൻപ് കുറച്ച് മൈലാഞ്ചി ഇടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മൈലാഞ്ചി ഇടുന്നത്. അത് അരച്ച മൈലാഞ്ചി ആണെങ്കിൽ ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അതായത് പണ്ടൊക്കെ അമ്മയൊക്കെ മൈലാഞ്ചി കൊണ്ടുവന്ന് കൊടുത്താൽ, അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, മൈലാഞ്ചി കിട്ടിയാൽ അമ്മ ഇടുന്ന മൈലാഞ്ചിയാണ്. മൈലാഞ്ചി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യിൽ നിറയെ വട്ടത്തിന് പുള്ളി പുള്ളിയായിട്ട് ഇങ്ങനെ കുത്തായിട്ടിടും. ഇതെന്താ വാല്, എൻ്റെ മുടി ഇങ്ങനെ തൂങ്ങിയപ്പോൾ ഓളും മുടി തൊട്ടിട്ടു. ഇപ്പോൾ മൈലാഞ്ചി ഇടാൻ കോറം തരാം. അമ്മായിലേത് വായിക്കോ, നിങ്ങളിട്ട കോളാകും ഞാട്ടല്ല. അങ്ങനെ എല്ലാവരും മൈലാഞ്ചി ഇടാൻ കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഓരോ ഇറുക്കിൽ കൊടുത്തിട്ട് സ്വന്തമായിട്ട് ഇടാൻ പറഞ്ഞതാണ് കേട്ടോ. ഓരോരുത്തർ കണ്ടോ അങ്ങനെ വാരി പൊത്തി വെച്ചിരിക്കണേ, കുഞ്ഞിക്കിളിയും പൈങ്കിളിയൊക്കെ ഇങ്ങനെ വാരി പൊത്തി വെച്ചിരിക്കുക. അപ്പോഴാണ് ഞാനിങ്ങനെ ഇട്ടത്. എൻ്റെ അമ്മ ഇങ്ങനെ കേട്ടോ മൈലാഞ്ചിയുടെ, അമ്മ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് മൈലാഞ്ചിയുടെ, വലിയ വലിയ പുള്ളികളായിട്ട് ഇങ്ങനെ കുത്തായിട്ട്. പണ്ടത്തെ മൈലാഞ്ചി ഇടൽ അങ്ങനെയാണത്രേ. അപ്പോൾ അത് കണ്ടിട്ട് ഞാനും ഇങ്ങനെ തന്നെ ആട്ടോ ഇട്ട്. അരച്ച മൈലാഞ്ചി ഞാനിങ്ങനെ ആട്ടോ ഇടുക. കണ്ടോ കുഞ്ഞിക്കിളീൻ്റെ കൈ കണ്ടോ, കുഞ്ഞിക്കിളീൻ്റെ കൈ അങ്ങനെ, പൈങ്കിളി കാലിലൊക്കെ വരച്ച് വെച്ചാണ്. പിന്നെ ഞാനിത് ആ വിരലിനിങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മൈലാഞ്ചി ഇടൽ. കണ്ടോ നല്ല രസമല്ലേ ഇങ്ങനെ അരച്ച മൈലാഞ്ചി കയ്യിലിടുന്നത്. ഇപ്പോഴത്തെ കെമിക്കൽ മൈലാഞ്ചി പോലെയല്ല, ഇത് നാടൻ മൈലാഞ്ചിയാണ് കേട്ടോ. പണ്ട് കല്യാണ പെണ്ണുങ്ങൾ ഈ മൈലാഞ്ചിയല്ലേ അരച്ചിട്ടിരുന്നത്. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ കൈ കണ്ടോ നന്നായിട്ട് ചുമന്നിട്ടില്ലേ. ചുമന്നെന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് കുറേ നേരം നിൽക്കുകയാണെങ്കിൽ നന്നായിട്ട് ചുമക്കും. ഇത് ശരിക്കും രാത്രി കയ്യിലിട്ടിട്ട് രാവിലെ കഴുകി കളയുമ്പോൾ നല്ല ചുമപ്പായിരിക്കും. ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇതാ മൈലാഞ്ചി ഇട്ട് വന്നപ്പോഴേക്കും ഞങ്ങളുടെ ചിക്കൻ കറിയും നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ നെയ്ച്ചോറ് വെക്കൽ സൺഫ്ലവർ ഓയിലും നെയ്യും കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി മസാലകളൊക്കെ വറുത്തിടുക. അതിന് ശേഷം ചോറെല്ലാം ദമ്മിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നെയ്യും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കും കേട്ടോ. അപ്പോഴാണ് നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. എനിക്ക് സത്യം പറഞ്ഞാൽ നെയ്ച്ചോറ് വയ്ക്കുമ്പോൾ വെറും നെയ്യിൽ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും അത് നെയ്യിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അങ്ങനെ ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കിളിക്കുട്ടികളൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ചു. ഇവിടെ പിന്നെ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെച്ചാൽ അവർ നേരത്തെ കഴിക്കും കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പുഴയിലേക്കൊന്ന് പോകണം കരുതുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ നല്ല കാറ്റ് കണ്ടോ, മഴ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പുഴയിൽ പോകണമെന്ന് കരുതിയിരുന്നു, പക്ഷേ പുഴയ്ക്ക് പോകാൻ കഴിയില്ല, ഇടിയും വരുന്നുണ്ട്. കണ്ടോ ആകാശമൊക്കെ ഇരുണ്ട് മൂടി നിൽക്കുന്ന നല്ല മഴ വരുന്നേ മഴ. അപ്പം ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. മൈലാഞ്ചി കാണാൻ അങ്ങനെ കാണിക്കുന്നത്.